Elements of microenvironment. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് വരുന്നുണ്ട്. What are the factors of elements of business environment? ബിസിനസ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയും. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ് എൻവയോൺമെന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും. ഇന്റേണൽ എൻവയോൺമെന്റ് മീൻസ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇന്റേണൽ ടു ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് അല്ലേ. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ആവാം, then അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓണേഴ്സ് or management, financial capability, marketing capability, operational capability, research and development, technological capabilities, organizational climate. ഇങ്ങനെയുള്ള കുറേ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് എന്ത് പറയുന്നത്, ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇന്റേണൽ ടു ദി ഓർഗനൈസേഷൻ ആൻഡ് വിച്ച് ആർ കൺട്രോളബിൾ. ദെൻ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ടു ദി ബിസിനസ് ആണ് അല്ലേ. ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന്റെ മെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ വിച്ച് ആർ ഇന്റേണൽ ടു ദ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോളബിൾ ഇൻ നേച്ചർ ആണ്. അത് നിങ്ങളുടെ വർക്കാണ്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിന്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ആദ്യം ഇതൊരു സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ദെൻ ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഞാൻ കുറച്ചുകൂടെ നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ മാർക്കറ്റ് കേപ്പബിലിറ്റി, ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇന്റേണൽ ഫാക്ടേഴ്സിലുണ്ട്. അതായത് ബിസിനസ്സിനുള്ളിൽ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത് നിങ്ങളുടെ വർക്കാണ്. നിങ്ങളത് പോയിന്റ്സ് മാത്രമല്ല, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ദെൻ പിന്നെ വരുന്നതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഫുള്ളി എക്സ്റ്റേണൽ ടു ദ ബിസിനസ് ആയിരിക്കും. ദെൻ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആർ അൺകൺട്രോളബിൾ ആണ് അല്ലെ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. ദെൻ അതിലുള്ള ഓരോ എലമെന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എലമെന്റ് ആണ് കസ്റ്റമേഴ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ കുറച്ച് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, അതേപോലെ തന്നെ മാർക്കറ്റ് കേപ്പബിലിറ്റി, ഓപ്പറേഷണൽ കേപ്പബിലിറ്റി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇന്റേണലി ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ. ദെൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വെച്ചാൽ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ എക്സ്റ്റേണൽ ടു ദ ബിസിനസ്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. ദെൻ നമ്മളിനി അതാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൈക്രോ എൻവയോൺമെന്റിലെ എലമെന്റ്സ്, എന്തൊക്കെയാണ് മാക്രോ എൻവയോൺമെന്റിലെ എലമെന്റ്സ്. ദെൻ മൈക്രോ എൻവയോൺമെന്റ് എന്താന്ന് വെച്ചാൽ ഫിലിപ്പ് കോട്ട്ലർ ഒരു ഡെഫിനിഷൻ ഉണ്ട്. മൈക്രോ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് ദ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. ദെൻ വാട്ട് ഈസ് മൈക്രോ എൻവയോൺമെന്റ്? ദ ഫാക്ടേഴ്സ് വിച്ച് ആർ കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. ബിസിനസിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനാണ്, അത് തൊട്ടടുത്ത് വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് ഇൻക്ലൂഡ് സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, പബ്ലിക്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഈ മൈക്രോ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മൈക്രോ എൻവയോൺമെന്റ് എന്താന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൈക്രോ എൻവയോൺമെന്റ് മീൻസ് ദ ഫാക്ടേഴ്സ് ഓർ ഫോഴ്സസ് വിച്ച് ആർ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ടു ദ ബിസിനസ്. ഓക്കെ. ദെൻ നമുക്ക് അതിന്റെ എലമെന്റ്സിലേക്ക് മൂവ് ആവാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിസിനസ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന് രണ്ട് കാറ്റഗറി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണലിൽ കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ദെൻ എക്സ്റ്റേണലിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മാക്രോ എൻവയോൺമെന്റ് ആൻഡ് മൈക്രോ എൻവയോൺമെന്റ്. മൈക്രോ എൻവയോൺമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് മൈക്രോ എൻവയോൺമെന്റ്? അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, മൈക്രോ എൻവയോൺമെന്റ് മീൻസ് ദ ഫോഴ്സസ് ഓർ ഫാക്ടേഴ്സ് വിച്ച് ആർ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ടു ദ ബിസിനസ് എൻവയോൺമെന്റ്. അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് എലമെന്റ് ആയ കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Then the people who buy firms product and services are its customers. അല്ലെ, ആരാ കസ്റ്റമർ? ബിസിനസിന്റെ പ്രൊഡക്റ്റ് സർവീസസ് ഒക്കെ മേടിക്കുന്നത് ആരാണോ അവരാണ് എന്ത് കസ്റ്റമർ. A business exists to create and satisfy customers. A firm have different types of customers like individual, household, government, department, commercial establishment, etc. In order to be successful, a company must be understand and meet the needs and expectation of its customers. A firm can select the target customer group or market segment on the basis of factors like profitability, elasticity of demand, dependability, degree of competition, and growth prospectus. It is generally risky to depend upon a single customer group. The customer environment is becoming global due to increasing globalization and liberalization of the economy. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെ. എന്താ കസ്റ്റമേഴ്സ്? ദ പീപ്പിൾ ഓർ ദ പേഴ്സൺ ഹു ബൈ ഫർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഓക്കെ, ദെൻ ഒരു ബിസിനസ് നിലനിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? To satisfy or create customers. Then ഒരു ഫേമിനെ സംബന്ധിച്ചോളം അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ഉണ്ടാവുക, ഹൗസ് ഹോൾഡ് കസ്റ്റമർ ഉണ്ടാവുക, അല്ലെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കസ്റ്റമർ ആയിരിക്കാം, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മളെ കസ്റ്റമർ ആയിരിക്കാം. ഓക്കെ, അതായത് വലിയ മാനുഫാക്ചറിനെ സംബന്ധിച്ചോളം ഒരു കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ രീതിയിലൊക്കെ കസ്റ്റമേഴ്സ് വരാം. Then, in order to be successful, അതായത് ഒരു കമ്പനി സക്സസ്ഫുൾ ആയിട്ട് പോകണമെങ്കിൽ അവിടെ നമ്മൾ എന്താക്കണം? കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം അല്ലെ. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമറെ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ ഗ്രൂപ്പിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. ടാർഗറ്റ് കസ്റ്റമർ ഗ്രൂപ്പിനെ നല്ല സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം? ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് സെലക്ട് ചെയ്യുക, ആ ഒരു കസ്റ്റമർ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി അല്ലെ, ആ പ്രൊഡക്റ്റ് ആ കസ്റ്റമർ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി, പിന്നെ അവിടെയുള്ള ഡിമാൻഡ്, ദെൻ ഡിപ്പെൻഡബിലിറ്റി, കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു സിംഗിൾ കസ്റ്റമർ ഗ്രൂപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കരുത്. ഓക്കെ, ജനറൽ ആയിട്ട് എല്ലാ ഗ്രൂപ്പിനും പറ്റുന്ന രീതിയിൽ അല്ലെ. സിംഗിൾ കസ്റ്റമർ ഗ്രൂപ്പിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? അവിടെ ആ ഒരു കസ്റ്റമേഴ്സിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും അല്ലെ. അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ കസ്റ്റമർ ഗ്രൂപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല? അങ്ങനെ ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ കുറെ ആൾക്കാരില്ല, BMW ഒക്കെ നോക്കിയേ ഹൈ ലെവൽ ക്ലാസ് ഓഫ് ഫാമിലീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അവിടെ കുറച്ച് എന്താണ് റിസ്ക് കൂടുതലായിരിക്കും. ദെൻ കസ്റ്റമർ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബലി നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. നമ്മളെ കസ്റ്റമർ ഒരു പ്ലേസിലുള്ള കസ്റ്റമർ അല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഗ്ലോബൽ കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, ന്യൂ എക്കണോമിക് പോളിസി വഴി നമ്മളെ പ്രൊഡക്റ്റ് എവിടെയും എത്തിക്കുക എന്നുള്ളൊരു രീതിയാണ് അല്ലെ. ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആണ്. സോ മോഡേൺ കോൺസെപ്റ്റില് നമ്മൾ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് ഗ്ലോബൽ കസ്റ്റമേഴ്സിനാണ്. ഇതാണ് കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു എലമെന്റിനെ പറ്റി പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എലമെന്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് കോമ്പറ്റീറ്റേഴ്സ്. സെക്കൻഡ് വൺ, കോമ്പറ്റീറ്റേഴ്സ്. A company may have both direct and indirect competitors. Direct competitors are the other firms which offer the same or similar products and services. For example, Sony TV faces direct competition from other brands like LG, Samsung, Oneida, Videocon, BPL, etc. Indirect competition comes from the firms vying for discretionary income. For example, cinema house faces indirect competition from casino and other firms' marketing environment. Due to economic liberalization and globalization, Indian companies are now facing competition from both domestic firms and multinational corporations. In order to understand the full range of its competition, a company must look for buyer's viewpoint. Okay, അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സും ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സും. ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി എഫക്ട് ദ പ്രൊഡക്റ്റ് ബിസിനസ് അല്ലെ. ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിനാണ് നമ്മൾ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഒരു TV, ഇപ്പൊ സോണി TV എന്ന ബ്രാൻഡിനെ എഫക്ട് ചെയ്യുന്ന സിമിലർ ബ്രാൻഡിലുള്ള അല്ലെ സിമിലർ പ്രൊഡക്റ്റിലുള്ള പല ബ്രാൻഡുകൾ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഇത് സോണി ടിവിനെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ ഫാം വൈങ് ഫോർ ഡിസ്ക്രിഷണറി ഇൻകം.
അല്ലെ? അതായത് ഡിസ്ക്രിഷണറി ഇൻകം കിട്ടുന്ന രീതിയിൽ എന്താക്കുക, ഒരു ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് സിനിമ ഹൗസസ് ഒക്കെ ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടും വരുന്ന ഒരു ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കാസിനോസ് അങ്ങനെയുള്ള എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള പല പല മീഡിയാസും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, സിനിമ ഹൗസസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഡയറക്റ്റ് കോമ്പറ്റീഷനും ഇൻഡയറക്റ്റ് കോമ്പറ്റീഷനും എന്തിൽ വരുന്നുണ്ട്, ഈ കോമ്പറ്റീറ്റേഴ്സിൽ വരുന്നുണ്ട്. ഡിസ്ക്രിഷണറി ഇൻകം എന്ന് വെച്ചാല് നമ്മൾ എന്റർടൈൻമെന്റിന് സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഇൻകത്തിനാണ് കേട്ടോ ഡിസ്ക്രിഷണറി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വരുന്നത്. ഒന്ന് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്. Okay, then due to economic liberalization, globalization, Indian companies are now facing competition from both domestic. അതായത് നമുക്കറിയാം ഇപ്പൊ ഗ്ലോബലൈസേഷൻ ഒക്കെ വഴി ഡൊമസ്റ്റിക് നിന്നുള്ള കോമ്പറ്റീറ്റേഴ്സ് മാത്രമല്ല ഇന്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോമ്പറ്റീറ്റേഴ്സും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കമ്പനി എന്താക്കാൻ, ബിസിനസ് എന്ത് ചെയ്യാൻ, നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വ്യൂ പോയിന്റ് മാറ്റിയിട്ടുണ്ട്, ബയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാം. അതായത് എന്താണോ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാന്നുള്ള രീതി ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ ആ ഒരു അനലൈസിങ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീറ്റേഴ്സിനെ മറികടക്കാൻ വേണ്ടി അവരെന്താക്കുന്നു, ബയേഴ്സിന്റെ വ്യൂ പോയിന്റിൽ എന്താക്കുന്നു, ബിസിനസ്സിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് കോമ്പറ്റീറ്റേഴ്സ്. ദെൻ തേർഡ് വൺ ആണ് സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് റെഫേഴ്സ് ടു ദ പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ഹു സപ്ലൈ റോ മെറ്റീരിയൽ ആൻഡ് കോമ്പണൻസ് ടു ദ കമ്പനി. അല്ലെ, കമ്പനിക്ക് റോ മെറ്റീരിയലും അതേപോലെ തന്നെ കമ്പോണൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ നമ്മൾ പറയുന്ന സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. Reliable source of supply enable the company to carry on uninterrupted operations and to minimize the inventory carrying cost. Suppliers also influence quality level and the cost of manufacturing. It is very risky to depend on single supplier. A strike or any other production problem of the supplier may cause interruption in the manufacturing. Therefore, it is advisable to develop sustainable and multiple sources of supply. The supplier എന്ന് വെച്ചാൽ the people and group who supply raw material and components to the company. For reliable source of supply enable the company to carry on uninterrupted operations and minimize the inventory carrying cost. അപ്പോൾ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് സപ്ലൈ നമുക്ക് ഉണ്ടെങ്കിൽ അത് എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാനും അതേപോലെ തന്നെ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് മിനിമൈസ് ചെയ്യും. അല്ലെ, നമ്മളെന്താക്കും, കുറേ മെറ്റീരിയൽ വാങ്ങി അവിടെ എന്താ പറയാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലർ പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ നമുക്കത് ഇൻവെന്ററി സ്റ്റോർ ചെയ്യാനും അത് ക്യാരി ചെയ്യാൻ ഇൻവെന്ററി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പൊ നല്ലൊരു സപ്ലയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ എന്താക്കാം, സപ്ലയേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെ വാങ്ങിച്ച് അധികം എന്താ ഇൻവെന്ററി സ്റ്റോർ ചെയ്യാതെയൊക്കെ ഉള്ള കോസ്റ്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്താക്കാം, പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. Then suppliers also influence the quality level and cost of manufacturing. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരിക്കലും ഒരു സിംഗിൾ സപ്ലയറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ ആ സപ്ലയർക്ക് എന്തെങ്കിലും മെറ്റീരിയൽ സെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ വന്നാൽ നമ്മുടെ ബിസിനസിന്റെ ഓപ്പറേഷൻസ് അവിടെ എന്താവും, സ്റ്റോപ്പായി പോകും. അപ്പോൾ നമ്മൾ ഒരു സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് സപ്ലൈ എൻഷുർ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ഷൻ ഒരു തടസ്സവും ഇല്ലാതെ എന്താവാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് സപ്ലയേഴ്സിന്റെ കേസിൽ വരുന്ന കാര്യം. ഓക്കെ, അപ്പൊ എലമെന്റ്സ് ഓഫ് മൈക്രോ എൻവയോൺമെന്റിൽ കസ്റ്റമേഴ്സ് ഡിസ്കസ് ചെയ്തു, ദെൻ കോമ്പറ്റീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു, സപ്ലയേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്. Marketing intermediaries. Several marketing intermediaries help a company in promoting, selling and distributing its product to customers. Middlemen like agent, wholesalers, retailers serve as a link between company and its customers. Transportation firms and warehouse assist in physical distribution of product. Advertising agencies, marketing research agencies and insurance companies are other type of marketing intermediaries. The marketing intermediaries പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ തന്നെ പ്രൊഡക്റ്റ് സെല് ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ഡീൽസ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊമോട്ടിംഗ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു customers. So intermediaries means middleman working in between
ഹോൾസെയിലേഴ്സ് വർക്കിംഗ് ഇൻ ബിറ്റ്വീൻ മാനുഫാക്ചേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. അതിൽ എന്തൊക്കെ വരാം? ഏജൻസ്, ഹോൾസെയിലേഴ്സ്, ഡീറ്റെയിലേഴ്സ്, ഇവരൊക്കെ എന്തിൽ വരുന്നതാണ്? ഇന്റർമീഡിയറീസിൽ വരുന്നതാണ്. സോ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫേംസ്, വെയർഹൗസും അതൊക്കെ എന്താണ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന് സഹായിക്കുന്നതാണ് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്. അതുപോലെ തന്നെ അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, റിസർച്ച് ഏജൻസീസ്, ഇൻഷുറൻസ് കമ്പനി അല്ലെ? നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ഇൻഷുറൻസ് കമ്പനീസ്. അപ്പൊ ഇവരൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഫിഫ്ത് വൺ, ഫിനാൻസിയേഴ്സ്. ഫിനാൻഷിയേഴ്സ് മീൻസ് ആരൊക്കെയാണോ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത് അല്ലെ? അതാണ് ഫിനാൻസിയേഴ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷിയേഴ്സിന് okay, the next one ആണ് financiers. Financiers means the shareholders, financial institution, debenture holders and banks provide finance to company. Financial capacity, policies and attitude of financiers are important factors of the company. Okay, but financiers means the person or the persons we provide ഫണ്ട്സ് ടു ദ ബിസിനസ്. ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ് വരാം, ചിലർ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺ എടുത്തായിരിക്കും, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് വരാം അല്ലെ? ബാങ്ക് വരാം. അപ്പൊ അവരൊക്കെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? കമ്പനീന്റെ ബിസിനസ്. നമുക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അതുപോലെ തന്നെ പോളിസീസും ആറ്റിറ്റ്യൂഡും ഒക്കെ എന്താണ്? കമ്പനീന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. Then next one, public. Public include all those groups who have actual or potential interest in the company or who influence the company's ability to achieve its objectives. എന്താണ് പബ്ലിക്? all groups having actual or potential interest. കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അല്ലെ? actual or potential interest ആണ്. Then they also influence the company's ability to achieve its objectives. Media groups, environmentalist, non-government organizations ഒക്കെ, അതുപോലെ കൺസ്യൂമർ അസോസിയേഷൻസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ് എന്ത് വരുന്നത്? പബ്ലിക്കിൽ വരുന്നത്. അവർക്കൊക്കെ എന്തുണ്ട്? ബിസിനസ്സിൽ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ചില കൺസ്യൂമർ ഓർഗനൈസേഷൻ, അസോസിയേഷൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒന്നും നല്ല അല്ലെങ്കിൽ അവരെന്താക്കും? നമ്മുടെ ബിസിനസ്സിനെതിരെ വരും അല്ലെ? അങ്ങനെ പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, മീഡിയ ഗ്രൂപ്പ്സ് ഒക്കെ. But this public can have both positive and negative impact on business. ചിലത് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്, ചിലത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് വരുന്നുണ്ട്. അപ്പൊ പബ്ലിക്കും എന്തുണ്ട്? നമ്മുടെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then last one, workers and trade union. Workers and their union are the important component of microenvironment. A firm's relation with its workers and trade union have a significant impact on its functioning and performance. Company's work environment and industrial relation system must be conducive to effective functioning. Okay, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? വർക്കേഴ്സ് അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ. അപ്പൊ അവരും മൈക്രോ എൻവയോൺമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അല്ലെ? വർക്കേഴ്സ്, ട്രേഡ് യൂണിയൻ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ? ഫേംസ് റിലേഷൻഷിപ്പ് വിത്ത് വർക്കേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്. അതൊരു ഫേമിന്റെ ഫംഗ്ഷനിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫേമിന്റെ വർക്കിങ്ങിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടേഴ്സ് ആണ് വർക്കേഴ്സ് അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ. അപ്പൊ അവരായിട്ടൊരു നല്ല രീതിയിലല്ല നമ്മൾ പോകുന്നത് വെച്ചാൽ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളേ ഉണ്ടാവും. അപ്പൊ വി ഓൾവേസ് business always maintain a good relationship between workers and trade union. Okay.